അടുത്ത മെയിൻ ആയിട്ടുള്ള മോഡലാണ് സ്പെഷ്യലൈസ്ഡ് പ്രോസസ് മോഡൽ. പ്രിസ്ക്രിപ്റ്റീവ് പ്രോസസ് മോഡലിന് ശേഷം വരുന്ന മെയിൻ ആയിട്ടുള്ള മോഡലാണ് സ്പെഷ്യലൈസ്ഡ് പ്രോസസ് മോഡൽ. ഇതിനകത്ത് മെയിൻ ആയിട്ട് 3 സബ് മോഡൽസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ കമ്പോണന്റ് ബേസ്ഡ് ഡെവലപ്മെന്റ് മോഡൽ, സെക്കൻഡ് വൺ ഫോർമൽ മെത്തേഡ്സ് മോഡൽ, ലാസ്റ്റ് വൺ ആസ്പെക്ട് ഓറിയന്റഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മോഡൽ. ടെക്സ്റ്റ് ബുക്കിനകത്ത് പേജ് നമ്പർ 50. സ്പെഷ്യലൈസ്ഡ് പ്രോസസ് മോഡലിനകത്ത് ഫസ്റ്റ് വൺ ആണ് കമ്പോണന്റ് ബേസ്ഡ് ഡെവലപ്മെന്റ് മോഡൽ. The component-based development model incorporates many of the characteristics of the spiral model. It is evolutionary in nature, demanding an iterative approach to the creation of software. However, the component-based development model constructs applications from pre-packaged software components. ഇവിടെ എന്ന് പറഞ്ഞാൽ കമ്പോണന്റ് ബേസ്ഡ് ഡെവലപ്മെന്റ് മോഡലിനകത്ത് നമ്മുടെ ഐട്രേറ്റീവ് പ്രോസസ് ഫ്ലോ ആണ് വരുന്നത്. ഐട്രേറ്റീവ് പ്രോസസ്, അതായത് റിപ്പീറ്റ് ആയിട്ടായിരിക്കും ഓരോരോ ടാസ്കുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ തൊട്ട് ഡിപ്ലോയ്മെന്റ് വരുന്ന ടാസ്കുകൾ റിപ്പീറ്റേറ്റീവ് ആയിട്ടായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഐട്രേറ്റീവ് ആയിട്ടായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലതവണ തന്നെ ഒരു ടാസ്കിൽ കൂടി കടന്നു പോയിട്ടാവും ആ ഒരു സോഫ്റ്റ്വെയറിനെ ഡെവലപ്മെന്റ് ചെയ്യുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ആ ഓരോ എലമെന്റിനെയും ഓരോരോ സോഫ്റ്റ്വെയർ കമ്പോണന്റ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്തിട്ടാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അല്ലാതെ ഒരു എൻറ്റയർ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും മെയിൻ ആയിട്ടും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഓരോ കമ്പോണന്റ്സ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ഈ മോഡൽ വർക്ക് ചെയ്യുന്നത്. മോഡലിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ബിഗിൻ വിത്ത് ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് കാൻഡിഡേറ്റ് കമ്പോണന്റ്സ്. അപ്പൊ മോഡലിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ആക്ടിവിറ്റീസ് തുടങ്ങുന്നത് തന്നെ അതിനാവശ്യമായിട്ടുള്ള കമ്പോണന്റ്സുകൾ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും. പിന്നെ പറയുന്നതാണ് കമ്പോണന്റ് മോഡലിനകത്ത് പറയുന്ന കാര്യങ്ങളാണ്, എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. കമ്പോണന്റ് ബേസ്ഡ് ഡെവലപ്മെന്റ് മോഡലിനകത്ത് പറയുന്ന കാര്യം. Available component-based products are researched and evaluated for the application domain in question. Component integration issues are considered. A software architecture is designed to accommodate the components. Components are integrated into the architecture. Comprehensive testing is conducted to ensure proper functionality. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ആദ്യമേ എന്ത് ചെയ്യുന്നു, നമ്മുടെ കമ്പോണന്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഏതാണോ അതിനെല്ലാം ഒന്ന് അനലൈസ് ചെയ്യുന്നു. അതിനുശേഷം അവിടെ ഉണ്ടാകാനുള്ള എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്നു. അതിനുശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കമ്പോണന്റുകളെ ഡിസൈൻ ചെയ്യുന്നു. നമ്മുടെ സിസ്റ്റത്തിലൂടെ ആ കമ്പോണന്റുകളെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. നമ്മൾ കമ്പോണന്റ് വൈസ് ആയിട്ടാണല്ലോ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ കമ്പോണന്റുകൾ കംപ്ലീറ്റ് ആവുന്നതനുസരിച്ച് നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന പ്രൊഡക്റ്റിലോട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. അതിനുശേഷം എല്ലാ കമ്പോണന്റുകളും ഇന്റഗ്രേറ്റ് ചെയ്ത സിസ്റ്റത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ടെസ്റ്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ നടത്തുന്നു. കറക്റ്റ് ആയിട്ടാണോ അതിന്റെ ഫങ്ഷണാലിറ്റി വർക്ക് ചെയ്യുന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഇതാണ് കമ്പോണന്റ് ബേസ്ഡ് ഡെവലപ്മെന്റ് മോഡൽ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയറിനകത്തെ കമ്പോണന്റ് വൈസ് കമ്പോണന്റ് ആയിട്ടായിരിക്കും നമ്മളിവിടെ സോഫ്റ്റ്വെയർ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ മോഡലാണ് ഫോർമൽ മെത്തേഡ്സ് മോഡൽ എന്ന് പറയുന്നത്. The formal methods model encompasses a set of activities that leads to formal mathematical specification of computer software. Formal methods enable you to specify, develop and verify a computer-based system by applying a rigorous mathematical notation. അതായത് ഫോർമൽ മെത്തേഡ്സിനകത്ത് നമ്മളൊരു സോഫ്റ്റ്വെയറിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സോഫ്റ്റ്വെയർ പ്രോസസ് എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ മോഡലിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. എ വേരിയേഷൻ ഓൺ ദിസ് അപ്രോച്ച് കോൾഡ് ക്ലീൻ റൂം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ മാത്തമാറ്റിക്കൽ അപ്രോച്ചോട് കൂടി നമ്മളൊരു സോഫ്റ്റ്വെയറിനെ ഡെവലപ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു വേരിയേഷൻ മോഡലിന് പറയുന്ന പേരാണ് ക്ലീൻ റൂം സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അത് ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഫോർമൽ മെത്തേഡ്സ് മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സോഫ്റ്റ്വെയറിനെ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഹെൽപ്പോട് കൂടി എന്തെങ്കിലും മാത്തമാറ്റിക്സിലായിട്ടുള്ള നൊട്ടേഷൻസും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള മോഡലിന് പറയുന്ന പേരാണ് ഫോർമൽ മെത്തേഡ്സ് മോഡൽ എന്ന്. When formal methods are used during development, they provide a mechanism for eliminating many of the problems that are difficult to overcome using the other software engineering paradigms. Ambiguity,
incompleteness and inconsistency can be discovered and corrected more easily, not through ad hoc review but through the application of mathematical analysis. അപ്പോൾ ഈ ഫോർമൽ മെത്തേഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഫോർമൽ മെത്തേഡ്സ് യൂസ് ചെയ്ത് നമ്മളൊരു സോഫ്റ്റ്വെയറിനെ ഡെവലപ്മെന്റ് ചെയ്യുകയാണെങ്കിൽ മറ്റ് മോഡൽസ് യൂസ് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ ആ സോഫ്റ്റ്വെയർ പ്രോസസ്സിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രോബ്ലംസിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഈ മാത്തമാറ്റിക്സിനകത്ത് തന്നെ എന്താണ്, ഒരു പ്രോബ്ലം സോൾവിംഗ് ആണ് അതിന്റെ ഒരു കൺസെപ്റ്റ് തന്നെ. അതുകൊണ്ട് തന്നെ മാത്തമാറ്റിക്കൽ നൊട്ടേഷൻസ് യൂസ് ചെയ്ത് നമ്മുടെ സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ഒരു പ്രോസസ്സിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് ആയിരിക്കും അവിടെ അവോയ്ഡായി പോകുന്നത്. ഇപ്പൊ മറ്റ് മോഡൽസിനെ വെച്ചുള്ള ഒരു ബെനിഫിറ്റ്സും അത് തന്നെയാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ചെയ്യുന്ന കൂടെ തന്നെ ആ കൂടെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രോബ്ലംസും കൂടെ ഇല്ലാതായിട്ട് പോകുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം, ഈ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ യൂസ് ചെയ്തുകൊണ്ടുള്ള ഫോർമൽ മെത്തേഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡിഫക്റ്റ് ഫ്രീ സോഫ്റ്റ്വെയർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഡിഫക്റ്റ് ഫ്രീ സോഫ്റ്റ്വെയർ, അതായത് പ്രോബ്ലംസ് മാക്സിമം ഇല്ലാത്ത ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും നമുക്ക് ഡെവലപ്പ് ചെയ്ത് കിട്ടുന്നത്. ഇനി ഇത്രയും ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലും ഈ മാത്തമാറ്റിക്കൽ മോഡൽ യൂസ് ചെയ്യുന്ന ഫോർമൽ മെത്തേഡ്സിന് കുറച്ച് ഡ്രോബാക്ക് ഉണ്ട്. എന്തുകൊണ്ടാണ് ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നാണ് ഈ തന്നിരിക്കുന്നത്. The development of formal models is currently quite time consuming and expensive because few software developers have the necessary background to apply formal methods. Extensive training is required. It is difficult to use the models as a communication mechanism for technically unsophisticated customers. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ഫോർമൽ മെത്തേഡ്സ് കൂടുതൽ കോമൺ ആകാൻ ഇല്ലാത്തതിന്റെ കാരണം പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മാത്തമാറ്റിക്കൽ നൊട്ടേഷൻസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് കുറച്ച് കോംപ്ലക്സും അതുപോലെ തന്നെ ടൈം കൺസ്യൂമിങ്ങുമാണ്, അതുപോലെ തന്നെ എക്സ്പെൻസീവുമാണ്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മാത്തമാറ്റിക്സിന്റെ കാര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ അതിനെപ്പറ്റിയുള്ള നോളജ് ഉള്ള ഒരു ഡെവലപ്പറിന് മാത്രമേ ഈ മോഡൽ യൂസ് ചെയ്തുകൊണ്ട് ഒരു സോഫ്റ്റ്വെയറിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ഈ മോഡൽ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. കാരണം കസ്റ്റമറിന് ഇതിനെപ്പറ്റി അത്ര അറിവ് ഉണ്ടാകണമെന്നില്ല. പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് ഈ മോഡലിന്റെ ബേസിൽ നമ്മുടെ സോഫ്റ്റ്വെയറിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ഈ മൂന്ന് കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഫോർമൽ മെത്തേഡ്സ് മോഡൽ എന്ന് പറയുന്നത് അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്തത്. ഇനി ലാസ്റ്റ് മോഡലാണ് ആസ്പെക്ട് ഓറിയന്റഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. Regardless of the software process that is chosen, the builders of complex software invariably implement a set of localized features, functions and information content. These localized software characteristics are modeled as components and then constructed within the context of a system architecture. As modern computer-based systems become more sophisticated, certain constraints, customer required properties or areas of technical interest span the entire architecture. Some constraints are high-level properties of a system security, fault tolerance. Other constraints affect functions, while others are systemic. ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള പ്രോസസ്സിനെക്കാട്ടിലും ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചധികം കൺസേൺസിനാണ്. അതായത് സോഫ്റ്റ്വെയറിന്റെ ഫംഗ്ഷനാലിറ്റീസ് എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിനകത്ത് വരുന്ന കണ്ടന്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ മോഡൽ യൂസ് ചെയ്തുകൊണ്ട് കൂടുതലായിട്ടും ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് സോഫ്റ്റ്വെയർ എങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്ന് നോക്കുന്നതിനെക്കാട്ടിലും ആ സോഫ്റ്റ്വെയറിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ മോഡൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന കുറച്ച് കൺസേൺസിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. കസ്റ്റമേഴ്സിന് എന്താണ് വേണ്ടത് അതാണ് ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ സിസ്റ്റം സെക്യൂരിറ്റിയെ പറ്റിയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ, സെക്യൂരിറ്റി ഒക്കെ നല്ലപോലെ തന്നെയാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. അതുപോലെ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയാണ് അടുത്തൊരു കൺസേൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കൺസേൺസിനെ നമ്മൾ പറയുന്ന ഒരു പേരാണ് ക്രോസ് കട്ടിംഗ് കൺസേൺസ്. അപ്പൊ ഈ ക്രോസ് കട്ടിംഗ് കൺസേൺസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ആസ്പെക്ട് ഓറിയന്റഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സോഫ്റ്റ്വെയർ പ്രോസസ്സ് എങ്ങനെയായിരിക്കണം എന്നതിനെക്കാട്ടിലും അല്ലെങ്കിൽ ആ പ്രോസസ് എങ്ങനെ, അതിന്റെ ഒരു ഫ്ലോ എങ്ങനെ പോകണം എന്നതിനെക്കാട്ടിലും
ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരണം എന്നുള്ളൊരു ആസ്പെക്റ്റിനാണ് ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. Aspect-oriented software development, often referred to as aspect-oriented programming, is a relatively new software engineering paradigm that provides a process and methodological approach for defining, specifying, designing, and constructing aspects, mechanisms beyond subroutines and inheritance of localizing the expression of a cross-cutting concern. അപ്പോൾ ഇവിടെ എന്താണ് ആസ്പെക്ട് ഓറിയന്റഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ആസ്പെക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിന്റെ ബേസിൽ വർക്ക് ചെയ്യുന്ന ഒരു മോഡലാണ്. എന്തിനു വേണ്ടിയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത ക്രോസ് കട്ടിംഗ് ആയിട്ടുള്ള കുറെ കൺസേൺസുകളുണ്ട് അല്ലെങ്കിൽ ആസ്പെക്റ്റുകളുണ്ട്. ആ ആസ്പെക്റ്റുകളെ ഡിഫൈൻ ചെയ്യാനും സ്പെസിഫൈ ചെയ്യാനും ഡിസൈൻ ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ ആസ്പെക്ട് ഓറിയന്റഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന മോഡൽ യൂസ് ചെയ്യുന്നത്. ഇത്രയാണ് ഇപ്പൊ മെയിൻ ആയിട്ട് വരുന്ന സ്പെഷ്യലൈസ്ഡ് പ്രോസസ് മോഡൽസ് എന്ന് പറയുന്നത്.